ലോകം തിരക്കിലാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ, വിശ്രമമില്ലാതെ യന്ത്രങ്ങളെ പോലെ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യർ. ഈ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അവരെ ബാധിക്കുന്ന വലിയൊരു അസുഖത്തെക്കുറിച്ച്. വിവിധ ആരോഗ്യ കാരണങ്ങളാൽ ദിവസം തോറും നിരവധി മരണങ്ങൾ ലോകത്താകമാനം ഉണ്ടാവാറുണ്ട്. എന്നാൽ പ്രത്യക്ഷ രോഗകാരണങ്ങളൊന്നുമില്ലാതെ നിരവധി ആളുകളുടെ മരണകാരണമായി മാറുന്ന ഒന്നുണ്ട്. അതെ, ഏകാന്തത തന്നെ. ലോകമെമ്പാടുമുള്ള 6 പേരിൽ ഒരാൾ ഏകാന്തത അനുഭവിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട പുതിയ കണക്കുകൾ പറയുന്നത്. ഓരോ മണിക്കൂറിലും 100 മരണങ്ങൾക്ക് ഏകാന്തത കാരണമാകുന്നു അത്രേ. അതായത് പ്രതിവർഷം 8,71,000-ലധികം മരണങ്ങളാണ് ഏകാന്തത മൂലം സംഭവിക്കുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ഏകാന്തത ബാധിക്കുമെങ്കിലും യുവാക്കളെയും താഴ്ന്ന അല്ലെങ്കിൽ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലെ ആളുകളെയുമാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. പ്രായപൂർത്തിയായ 3 പേരിൽ ഒരാളും കൗമാരപ്രായക്കാരായ 4 പേരിൽ ഒരാളും ഏകാന്തത അനുഭവിക്കുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. ലോകത്തെ 13 വയസ്സ് മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ള ആളുകളിൽ 17 മുതൽ 21% പേർ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഈ വിഭാഗത്തിൽ താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിലെ ഏകദേശം 24% ആളുകളും ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിലാകട്ടെ ഇത് 11%. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലും യുവതലമുറയിലെ നിരവധി പേർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നത് നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. ഏകാന്തത ഒരു ചെറിയ കാര്യമല്ല. മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന കാരണമായി ഇത് മാറുമെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം. വ്യക്തിപരമായ നഷ്ടങ്ങൾ മാത്രമല്ല ഇതുവഴി ഉണ്ടാവുക, മറിച്ച് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലും ഏകാന്തതയും സാമൂഹിക ഒറ്റപ്പെടലും കോടിക്കണക്കിന് നഷ്ടം വരുത്തിവെക്കുമെന്ന് WHO പറയുന്നു. സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തെ പുനർനിർമ്മിക്കുമ്പോൾ അത് മനുഷ്യബന്ധത്തെ ദുർബലപ്പെടുത്തുകയല്ല, ശക്തിപ്പെടുത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ഭിന്നശേഷിക്കാരും കുടിയേറ്റക്കാരും LGBTQ കമ്മ്യൂണിറ്റിയിലെ ആളുകളും തദ്ദേശീയ ഗ്രൂപ്പുകൾ, വംശീയ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരും മറ്റ് സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ മാനസിക പിരിമുറുക്കങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, കുറഞ്ഞ വരുമാനവും വിദ്യാഭ്യാസവും, ഒറ്റയ്ക്ക് താമസിക്കുന്നത്, അപര്യാപ്തമായ കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ ഏകാന്തതയ്ക്കും സാമൂഹിക ഒറ്റപ്പെടലിനും ഒന്നിലധികം കാരണങ്ങളുണ്ടാകാം. തനിക്കു ചുറ്റുമുള്ളവരെ കേൾക്കാനും അവരെ ചേർത്തു നിർത്താനും ഓരോ മനുഷ്യനും കഴിയേണ്ടതുണ്ട്. സ്വയം മുൻകരുതൽ എടുക്കേണ്ടതും സമാന സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരെ ചേർത്തു നിർത്തേണ്ടതും കടമയായി കാണാൻ സാധിക്കണം.